നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയാണ് മർക്കസിൻ്റെ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു നോളജ് സിറ്റീൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാത്ഭുതമായിട്ടുള്ളൊരു മസ്ജിദ് ഈ ഒരു നോളജ് സിറ്റീൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ പേര് അഖിൽ എന്നാണ്. നമുക്ക് എന്തായാലും ഇത് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒന്ന് കണ്ടുവരാം കേട്ടോ. നമ്മൾ ഈ ഒരു മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് മർക്കസ് നോളജ് സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ അല്ലെ അതിനെ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. ഒരുപാട് ഈന്തപ്പനകളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ നേരെ ഈ ഒരു മസ്ജിദിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ മസ്ജിദിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 4 എൻട്രൻസ് ആണ് ശരിക്കും ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത്. ശരിക്കും ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ 4 കവാടങ്ങൾ ശരിക്കും 4 എൻട്രൻസ് ആണ് ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കി കാഴ്ചകളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഏതാണ്ട് ഈ മർക്കസ് നോളജ് സിറ്റീൻ്റെ ഉള്ളിൽ ഏതാണ്ട് 12 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു വലിയ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ശരിക്കും 12 ഏക്കറിൽ ഒരു മസ്ജിദ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഏതാണ്ട് 400 മില്യൺ രൂപ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു 12 ഏക്കറിൽ ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു മസ്ജിദ് പണിത് കേട്ടോ. ഏതാണ്ട് ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 7000 പേർക്ക് ഒരേ സമയത്ത് ജുമ നിസ്കരിക്കാനുള്ള സൗകര്യവും ശരിക്കും ഇതിൻ്റെ പുറത്തും കൂടിയും കൂട്ടുമ്പോൾ പുറത്തും ഉള്ളിലും കൂടിയും കൂട്ടിയിട്ട് ഏതാണ്ട് 25,000 പേർക്ക് ഒരേ സമയത്ത് ജുമ നിസ്കരിക്കാനും എല്ലാം ഉള്ളൊരു സൗകര്യം ഈ ഒരു വലിയ മസ്ജിദിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു മസ്ജിദിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ ജാമിഉൽ ഫുതുഹ് എന്നാണ്. ജാമിഉൽ ഫുതുഹ് എന്നാണ് ശരിക്കും ഈ ഒരു മസ്ജിദിൻ്റെ പേര് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ 4 കവാടങ്ങളാണെന്നുള്ളത്, 4 എൻട്രൻസ്, 4 ഗേറ്റുകളാണെന്നുള്ളത്. ഈ ഗേറ്റുകൾ കയറി ഉള്ളിൽ കടന്നാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയാണ് കേട്ടോ. തൂവെള്ള നിലത്തിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസ്ജിദിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 46.5 മീറ്റർ ഉയരത്തിൽ 4 മിനാരങ്ങളാണുള്ളത് കേട്ടോ. ഈ 4 മിനാരങ്ങൾക്ക് നടുക്കായിട്ട് 17 മീറ്റർ ഉയരവും 17 മീറ്റർ വ്യാസവുമുള്ള പ്രധാന മകുടമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ മകുടമാണ്. ഇതിന് ചുറ്റുമായിട്ട് 16 മറ്റു മകുടങ്ങളും കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസ്ജിദിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 പാത്ത് വേ ഉണ്ട് ഈ ഇന്ത്യൻ ഗേറ്റ് മസ്ജിദിൻ്റെ ഉള്ളിൽ കേട്ടോ. പ്രധാന പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് നിസ്കരിക്കുന്ന ആ ഒരു ഭാഗങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് 9 കവാടങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മസ്ജിദിൻ്റെ പുറകിലായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ, നമ്മുടെ വയനാടൻ മലനിരകളുടെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സീനൊക്കെ കണ്ടിട്ട് ഈ പ്രകൃതി ആസ്വദിച്ചിട്ട് നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മസ്ജിദ് എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ഈ ഒരു മസ്ജിദ് വന്ന് കാണാനുള്ള സൗകര്യം ഇവിടെയുള്ള ആളുകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സമയം, നിസ്കാരത്തിൻ്റെ സമയമായിരുന്നു നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ നിന്ന് തന്നെ 1-2 വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അവിടെയുള്ള ആളുകൾ നമുക്ക് 1-2 വീഡിയോസിലൊക്കെ കാണിച്ചു തന്നു. നമ്മൾ ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ മനോഹരമായിട്ടുള്ള ഉള്ളിലെ ആ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തുർക്കി കലാകാരന്മാരുടെ വൈവിധ്യം നിറഞ്ഞ കലിഗ്രാഫിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഏതാണ്ട് ഈ ഖുർആനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കലിഗ്രാഫി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കേട്ടോ. പിന്നെ വെച്ചാൽ 4 കർമ്മശാസ്ത്ര ഇമാമുമാരുടെ പേരിലുള്ള തൂണുകൾ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ജുമ പിന്നെ പള്ളികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഈ വാങ്ക് വിളിക്കുന്നത് ശരിക്കും ഫ്രണ്ട് വശത്തായിരിക്കില്ലേ. ഈ ഒരു മസ്ജിദിൽ എനിക്ക് അറിയാൻ പറ്റിയ വേറൊരു കാര്യം എന്നുള്ള ഈ ഒരു മസ്ജിദിൻ്റെ ഏറ്റവും പുറകിൽ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു ബാങ്ക് വിളിക്കാനുള്ള സൗകര്യങ്ങളും
ഈ ഒരു നോളജ് സിറ്റീൻ്റെ ഒരു നിർമ്മാണത്തിൽ തന്നെ അവരൊരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഈ ഒരു മസ്ജിദിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് ഒരു വലിയ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വലിയൊരു ലൈബ്രറി കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേറൊരു കാഴ്ചയാണ് ഈ ഒരു മസ്ജിദിൻ്റെ ഏറ്റവും അടിയിലായിട്ട്, ഈ മസ്ജിദിൻ്റെ നേരെ അടിയിലായിട്ട് ഏതാണ്ട് നമുക്കൊക്കെ ഈ പൗരാണിക സൂക്കുകളുടെ ഒരു രീതിയിലുള്ള ഒരു കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കച്ചവട കേന്ദ്രം കേട്ടോ. ആ ഒരു രീതിയിലുള്ള ഒരു കച്ചവട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് അടിയിലെ വശങ്ങളിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പണികളൊക്കെ തീർക്കുമ്പോൾ ഒരു മഹാത്ഭുതമായി മാറും തന്നെ അല്ലേ ഈ ഒരു മസ്ജിദ്. എന്തായാലും നമ്മുടെ കോഴിക്കോട് തന്നെ ഇങ്ങനൊരു വലിയൊരു മസ്ജിദ് അല്ലെങ്കിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന വലിയൊരു മസ്ജിദ് നിർമ്മിച്ചതും അല്ലെങ്കിൽ അത് അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കോട്ടുകാരനായിട്ടുള്ള എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നൊരു കാര്യം കൂടിയാണല്ലോ. ഒരുപാട് സമയം ഞാനിവിടെ ചിലവഴിച്ചു, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു മസ്ജിദാണ്. ഇതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചത് കേട്ടോ. ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ റംദാൻ മാസങ്ങളിൽ ഈ റംദാനിൽ ഭജനിരിക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു മസ്ജിദിൽ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുതന്നെയായാലും ഒരു തവണയെങ്കിലും ഈ ഒരു മസ്ജിദും ഈ ഒരു നോളജ് സിറ്റിയും വന്ന് കണ്ടിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വയനാട് യാത്രകളിലൊക്കെ നമ്മൾ ഈ ഒരു ചുരത്തിൽ നിന്നിട്ട് ദൂരെ ഈ ഒരു മസ്ജിദിൻ്റെ കാഴ്ചകൾ കാണുമ്പം തന്നെ നമ്മളെല്ലാവരും കരുതും എന്താണ് ഇതെന്നല്ലേ. പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മലബാറിലെ താജ്മഹൽ അല്ലെങ്കിൽ കേരളത്തിലെ താജ്മഹലിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചക്കാർക്ക് വളരെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് നമുക്ക് നൽകുന്നത് കേട്ടോ.